വ്യാജ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം പൂന്തറ പോലീസ് സ്റ്റേഷനിലും കേസ്. വ്യാജ വിലാസത്തിലുള്ളയാൾക്ക് പാസ്പോർട്ടിന് ശുപാർശ ചെയ്ത പ്രവീൺ എന്ന പോലീസുകാരനെതിരെയാണ് കേസ്. തുമ്പയിൽ നിന്ന് പിടിയിലായ പ്രതികളിൽ ഒരാൾ പ്രവീണിന് 10,000 രൂപ നൽകി. ഇയാളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, വിശദാംശങ്ങൾ എന്താണ്? പ്രജിത്ത്, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് പുറത്തുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്നായിരുന്നു തുമ്പ പോലീസ് സ്റ്റേഷനിലെ വ്യാജ പാസ്പോർട്ട്. അതിനു വേണ്ടിയിട്ട് തുമ്പ പോലീസ് സ്റ്റേഷനിൽ തന്നെ പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള അൻസില് സഹായം ചെയ്തെന്നുള്ള വാർത്ത. മാത്രവുമല്ല, അതുമായി ബന്ധപ്പെട്ട് 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും കൂടുതൽ കണ്ണികളിലേക്കടക്കം പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ ലിമിറ്റിൽ തന്നെ മറ്റൊരു പോലീസ് സ്റ്റേഷനിലും സമാനമായ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വ്യാജവിലാസത്തിലുള്ള ആൾക്ക് പാസ്പോർട്ടിന് ശുപാർശ ചെയ്ത പ്രവീൺ എന്ന പോലീസുകാരനെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. തുമ്പയിൽ പിടിയിലായ പ്രതികളിൽ ഒരാൾ, 6 പേരിൽ ഒരാൾ പ്രവീണിന് ഗൂഗിൾ പേ വഴി 10,000 രൂപ നൽകി എന്നുള്ളതാണ് തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ അന്വേഷണത്തിലെ കണ്ടെത്തൽ. ഇയാളെ കേന്ദ്രീകരിച്ചും, അതായത് ഈ പ്രവീണിനെ കേന്ദ്രീകരിച്ചും പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഈ സംഘത്തിലെ ഒരു കണ്ണി തന്നെയാണോ പ്രവീൺ എന്ന സംശയം തിരുവനന്തപുരം സിറ്റി പോലീസിനെ സംബന്ധിച്ചിട്ടുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടത്താൻ സിറ്റി പോലീസ് കമ്മീഷണർ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ശരി, ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്.